ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജാനകിയും അതുപോലെ അഭിയും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അനാമികയുടെ അച്ഛനും കൂടെ വന്നിട്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം അവർക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റുന്നത് എന്ന്. അപ്പോൾ അവരെന്തിനാണ് ഈ സമയത്ത് തന്നെ വന്നത്? അവർ വന്നില്ലായിരുന്നെങ്കിൽ ആ പലഹാരം ആദർശം നയനയും കഴിക്കത്തില്ലായിരുന്നു എന്ന് ജലജ ചോദിച്ചു. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടായിരിക്കും ദൈവം അവർ ഇങ്ങോട്ട് തള്ളിവിട്ടതെന്നാണ് അഭിയുടെ ഒരു ഇത്. അപ്പോഴേക്കും നവ്യ അതുവഴി വരുന്നു. അമ്മയും മോനും കൂടെ സംസാരിക്കുന്നത് കാണുന്നു. മരുമകളെ കണ്ടപ്പോഴത്തേക്ക് ഒന്ന് അടി പതറി ജലജ. ഈ സമയത്ത് അഭിയാനെ ഒന്നും അല്ലാത്തതുപോലെ അങ്ങ് മാറി നിൽക്കുക കേട്ടോ. പെട്ടെന്ന് എന്താ രണ്ടുപേരും കൂടി ഇവിടെ നിന്നൊരു ഗൂഢാലോചന എന്ന് ചോദിച്ചു. ഒരു ഗൂഢാലോചനയില്ല, ഞങ്ങൾ അമ്മയും മോനും കൂടി ചില കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. ജലജ പറയുമ്പോൾ സംസാരിച്ച കാര്യമൊക്കെ എന്താണെന്ന് എനിക്കറിയാം, ഇത്തവണയും വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലേ എന്ന് നവ്യ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, രണ്ടും കൂടെ ഓട്ടക്കണ്ണിട്ട്. അതെന്താടി നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, അല്ല പലഹാരം ഉണ്ടാക്കിയ അമ്മായി അതിൽ വയറ് കേടാനാകായിട്ട് ഒന്നും ചേർത്തിട്ടുമില്ല. അപ്പോൾ നയനയ്ക്കും ആദർശേട്ടനും എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന് കരുതി തന്നെയാ ആ പലഹാരത്തിൽ ആരോ എന്തോ കലർത്തിയതെന്ന് നവ്യ കൃത്യമായിട്ട് പറയുക. അത് ഞങ്ങളാണെന്നായിരിക്കും നീ പറഞ്ഞു വരുന്നതല്ലേ? ഇവിടെ അങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യതയുള്ളത് നിങ്ങൾ മാത്രമാണെന്ന് നവ്യ പറയുമ്പോൾ അനാവശ്യം പറയരുതെന്ന് ജലജ. ആ സമയത്തെ ഞാൻ ഈ വീടിൻ്റെ പരിസരത്ത് പോലും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ജലജ തല തപ്പുമ്പോൾ, അതെ ചെയ്യാനുള്ള പ്രവൃത്തിയൊക്കെ ചെയ്തിട്ട് എൻ്റെ അമ്മായിമ്മ ചിലപ്പോൾ പുറത്തേക്ക് പോയതായിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ ഇങ്ങനെ പറഞ്ഞേ. അപ്പോൾ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് മോൻ ഇങ്ങനെ നോക്കുക. എടാ കുറച്ച് തുണി എടുത്തേ അവരുടെ വായിലേക്ക് തിരികെ കൊടുക്കണം, അങ്ങനെയെങ്കിലും സംസാരം ഒന്ന് നിർത്തട്ടെ എന്ന് ജലജ പറയുമ്പോൾ, ഞാൻ സംസാരം നിർത്തിയാലും ഇല്ലെങ്കിലും ശരി, നിങ്ങളാണ് ചെയ്തതെങ്കിലും അതിൻ്റെ ഫലം അനുഭവിച്ചതേ സ്വന്തം മകൻ കൂടിയാണെന്ന് ഓർമ്മ വേണമെന്ന് നവ്യ തള്ളയോട് അങ്ങ് പറഞ്ഞു. അഭിയാണ് ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല. ഇവൻ കുറച്ച് മുൻപ് വരെ ഇവിടെ കിടന്ന് മരണവെപ്രാളത്തോടെ കിടന്ന് ഓട്ടമായിരുന്നെന്ന കാര്യവും പറഞ്ഞു. അനാമികയും അവരുടെ അച്ഛനും അമ്മയും കൂട്ടിനുണ്ടായിരുന്നെന്ന് മാത്രം. മനസ്സ് ശരിയല്ലാത്തവർക്ക് കിട്ടേണ്ടത് ഒന്നിച്ച് കിട്ടിയെന്നങ്ങ് കരുതിയാൽ മതി. ഞാനിതിനെ എങ്ങനെയാണ് കാണുന്നതെന്നും പറഞ്ഞു. അപ്പോൾ എടാ അഭി, ഞാനേ ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല കേട്ടോ, ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് ജലജ അവിടെ നിന്ന് പോയി. ഇവനോടും അനാമികയോടും അവരുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ ദേഷ്യമുള്ളതും നിനക്കും നിന്റെ അനിയത്തിക്കുമാണെന്നും അതുകൊണ്ടേ നീ ആയിരിക്കും ഈ വേണ്ടാത്ത പണിയൊക്കെ കാണിച്ചതെന്നും ജലജ. പിന്നെ എന്നും പറഞ്ഞ് നവ്യ നിൽക്കുമ്പോൾ ജലജ അവിടെ നിന്ന് ഒരു പോക്കും അങ്ങ് പോയി. ജലജ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ നിന്റെ അമ്മയോട് തർക്കിക്കാനൊന്നും പോകുന്നില്ല. നീ ഉൾപ്പെടെയുള്ളവരെ ഇവിടെ കിടന്ന് ഓടിയപ്പോഴേ കൂട്ടത്തിൽ അവരും കൂടെ വേണമായിരുന്നു, എങ്കിലേ എണ്ണം പൂർത്തിയാവത്തുണ്ടായിരുന്നുള്ളെന്ന് പറഞ്ഞു നവ്യ ഈ അഭിയോട്. അപ്പം അനാമികയുടെ അച്ഛനും അമ്മയും കുറച്ച് ദിവസം കൂടി ഇങ്ങോട്ട് വന്നത് അവരിനി ഇങ്ങോട്ട് വരാൻ വേണ്ടി അമ്മ പറഞ്ഞതുപോലെ നീ തന്നെയാണ് ഇത് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ എങ്കിലേ കണക്കായി പോയടാ, നീ എല്ലാവരോടും വിളിച്ചു പറ ഞാനാ ഇത് ചെയ്തതെന്ന് വിളിച്ചു പറയടാ. എനിക്കതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാനായിട്ട് പോകുന്നില്ല. എടാ ദേ അന്ന് എനിക്ക് നയന കാഴ്ചവെച്ച പാലിനകത്ത് വിഷം കലർത്തിയത് ആരാണെന്നൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് എൻ്റെ മുന്നിൽ ആരും തലയുയർത്തി പിടിച്ചു നിന്ന് സംസാരിക്കാനൊന്നും വരണ്ടെന്നും നവ്യ ഇവനോട് ഉള്ള കാര്യം അങ്ങ് പറഞ്ഞിട്ട് അങ്ങ് പോയി. ഈശ്വര ഇവളിനി അറിഞ്ഞു കാണുമോ ഒന്നും പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ അവിടെ നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ നന്ദുവിനെ വിളിക്കുക നയന. അന്ന് കൊടുത്ത നമ്പറിൻ്റെ ഡീറ്റെയിൽസ് മറ്റോ കിട്ടിയോന്ന് ചോദിച്ച. അയ്യോ ഇല്ല ചേച്ചി, എൻ്റെ ഫ്രണ്ടേ അവൾ ലീവാ, അവൾ 4 അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞെന്ന കാര്യം പറയുമ്പം ശരി ഇനി താമസിപ്പിക്കല്ലേടി മോളെ എന്ന് നയന അനിയത്തോട് പറഞ്ഞു. ഇല്ല ചേച്ചി, പിന്നെന്താ വിശേഷമൊക്കെ? ഇവിടെയെല്ലാം സാധാരണ പോലെയൊക്കെ തന്നെ പോണു. എന്തായാലും നീ ആ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ട് എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ. ശരി ചേച്ചി ഞാൻ വിളിച്ചോളാവെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഈ സമയത്ത് നമ്മുടെ ദേവയാനി റൂമിൽ നിന്ന് ഫോട്ടോ കണ്ടുകൊണ്ടിരിക്കുക. എൻ്റെ മരുമകൾ എത്ര സുന്ദരിയാ, അതോ ഇനി എനിക്ക് അവളോടുള്ള സ്നേഹം കൂടിയതുകൊണ്ട് തോന്നുന്നതാണോ? ഓരോ ദിവസം കഴിയും തോറും മോൾക്ക് സൗന്ദര്യം കൂടി വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞ് ഈ ഫോട്ടോ നോക്കി ചിരിക്കുക. എത്ര നിഷ്കളങ്കമായ മുഖവാ, അതുപോലെ തന്നെയാണ് മനസ്സും. എന്നിട്ടും ഞാനത് തിരിച്ചറിയാതെ പോയല്ലോ, ഒരുപാട് കാലമെന്നൊക്കെ പശ്ചാത്തപിക്കുന്നു അവിടെ ഇരുന്ന് സ്വയം ചിന്തിച്ച്. അങ്ങനെ സങ്കടപ്പെട്ട് ദേവയാനി അവിടെ ഇങ്ങനെ ആലോചനയും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു തൊട്ടടുത്ത സമയം തന്നെ അടുത്ത ആളെ കാണിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ദേവയാനി മറ്റൊരാളെ വിളിക്കുക. അപ്പോൾ ഒരു പെൺകുട്ടിയാണ്. അവളെ വിളിച്ചിട്ട് മോളെ നീ എനിക്കൊരു സഹായം ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ എന്താ ആൻറ്റി എന്ത് സഹായമാണെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അതെ എൻ്റെ മരുമോള് ഒരു നെക്ലേസ് ഡിസൈൻ ചെയ്തിരുന്നുവെന്നും അത് അവൾ കഴുത്തിലിട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വീഡിയോ അതിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞു. മോളെ അതിനെപ്പറ്റി ഒരു റിപ്പോർട്ട് മോളുടെ ചാനലിലൊന്ന് അവതരിപ്പിക്കാവോ എന്ന് ചോദിച്ചു. മോൾക്ക് നയനെ അറിയത്തില്ലേ? പിന്നില്ലേ, ആൻറ്റിയുടെ മരുമകൾ ഫേമസ് അല്ലേ എന്ന് ചോദിച്ചു കേട്ടോ അന്നേരം പെൺകുട്ടി. അവരുടെ 1-2 ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുമുണ്ട്. അല്ല ആൻറ്റിയുടെ മരുമകളെ ഇഷ്ടമല്ല എന്ന് മമ്മി പറഞ്ഞായിരുന്നല്ലോ, ഇപ്പം തെറ്റി? മോളുടെ മമ്മി എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടായതുകൊണ്ട് ഞാൻ അവളോട് പറയാത്തതായിട്ട് ഒന്നുമില്ല എന്ന് ദേവയാനി പറയാം. അങ്ങനെയൊക്കെ തന്നെയാണ് മോളെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ
പക്ഷേ ഇപ്പോൾ ആ ശത്രുതയൊന്നും എനിക്ക് അവളോടില്ല എന്ന് ദേവയാനി പറയുക കേട്ടോ. അത് അവൾ ഉൾപ്പെടെ വേറെ ആർക്കും അറിയില്ല എന്ന് മാത്രമൊന്നും ദേവയാനി പറയുന്നു. തൽക്കാലം ഞാൻ വിളിച്ച വിവരം മോൾ ആരോടും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞേ. പിന്നെ മോള് ചാനലിലൂടെ എൻ്റെ മരുമോളെ ഒന്ന് പ്രശസ്തയാക്കാൻ നോക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ പെങ്കൊച്ചിങ്ങനെ നോക്കുക. അവൾക്ക് അതിനുള്ള അർഹതയൊക്കെ ഉണ്ട് മോളെ എന്ന് പറയും. പിന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിലിം സ്റ്റാറൊന്നും അല്ലാട്ടോ നെക്ലേസ് അണിഞ്ഞിരിക്കുന്നത്, അത് ഡിസൈൻ ചെയ്ത ആൾ തന്നെയാണെന്നൊക്കെ പറയുമ്പോഴേക്കും ആണോ എന്നൊക്കെ ചോദിച്ചു. അത് തന്നെയല്ലേ ചാനലിൽ വരേണ്ടത്, സാധാരണ ഇത്തരം ആഭരണങ്ങൾ ഡിസൈൻ ചെയ്യുന്നത് ആണുങ്ങളാണെന്നും അപൂർവം ചില പെൺകുട്ടികളെ ഇങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യാറുള്ളതെന്നൊക്കെ ദേവയാനിയെ പെങ്കൊച്ചിനോട് പറയുന്നുണ്ട്. അപ്പോൾ അത്തരക്കാർക്ക് മാക്സിമം പബ്ലിസിറ്റി നമ്മൾ കൊടുക്കണ്ടേ മോളെന്ന് ചോദിച്ചു. ഉറപ്പായിട്ടും വരാം ആൻറ്റി. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റിക്ക് ആൻറ്റിയുടെ മരുമകളോട് താല്പര്യം ഇല്ല എന്ന് മമ്മി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാത്തത്, അല്ലെങ്കിൽ എപ്പോഴേ നയനയുടെ ഇൻ്റർവ്യൂ വന്ന് ഞാൻ എടുത്തേനെന്ന് പെങ്കൊച്ച് ചോദിച്ചു. അപ്പോൾ മോൾ ഇനി ഇൻ്റർവ്യൂ ഒന്നും എടുക്കാൻ നിൽക്കണ്ട, മോള് വൈറലായ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയാൽ മാത്രം മതിയെന്നും പറഞ്ഞാൽ പെങ്കൊച്ചിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ച് ദേവയാനി ഇങ്ങനെ സന്തോഷവതിയായിട്ട് ഇങ്ങനെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശ് അവിടെ ഇരുന്ന് ഇങ്ങനത്തെ ഫയൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ TV വെച്ചേക്കുന്നത്. അപ്പോൾ ആ TV വെച്ചപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു വാർത്ത കണ്ടു. ആദർശ് അത് നോക്കുക. അപ്പോൾ ആദർശ് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നയന കളക്ഷൻസിനെ പറ്റി ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ എല്ലാവരും പറന്നു വരും ഇത് കേൾക്കാനായിട്ട്, പ്രത്യേകിച്ച് ജലജയൊക്കെ. ദേവയാനി ഓടി വന്നു കേൾക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ നമ്മുടെ ആദർശ് നയനയുടെ കഴുത്തിൽ മാല അണിയിച്ചു കൊടുക്കുന്നത്, അതുപോലെ തന്നെ നയനയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ പറയുക. ഇതൊക്കെ കേട്ടപ്പോൾ ജലജയുടെ ഒക്കെ കിളി പറഞ്ഞു കേട്ടോ. പക്ഷെ നവ്യ നയനയും ആദർശും ജയനും അജയനും എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ നയന ഇത് കണ്ടിട്ട് ചോദിച്ചു, ഈ വാർത്ത ആരാ ടിവിക്കാർക്ക് കൊടുത്തത്? ആദർശേട്ടനാണെന്ന് ചോദിച്ചു. അയ്യോ ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന് ആദർശ് പറയുമ്പോൾ, ആര് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന്? ഓൺലൈൻ ന്യൂസിൽ അത് വന്നത് ആദർശേട്ടൻ കൊടുത്തിട്ട് തന്നെയല്ലേ എന്ന് നയന ചോദിക്കുക. അത് ജ്വല്ലറിയുടെ മാനേജർ കൊടുത്തതാണെന്ന് പറയുമ്പോൾ, അങ്ങനെയെങ്കിലേ ചാനലിൽ കൊടുത്തത് ഇവള് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു ജലജ. ഞാൻ ഒരിക്കലും അങ്ങനെ കൊടുക്കത്തില്ലെന്ന് നമ്മുടെ നയന അന്നേരം പറഞ്ഞു. ദേവയാനി ഇതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുക. ഇനിയിപ്പോൾ കൊടുത്താൽ എന്താ കുഴപ്പം? അന്തസ്സില്ലാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ ഒരു TV കാണിച്ചതെന്ന് നവ്യ ജലജയോട് ചോദിക്കുമ്പോൾ, നീയാണല്ലോ വലിയ സിനിമാ നടിയാകാനും പരസ്യത്തിൽ അഭിനയിക്കാനൊക്കെ നടന്നത്, എന്നാ പിന്നെ നിന്റെ കഴുത്തിൽ ഇവളുണ്ടാക്കിയ നെക്ലേസ് ഇട്ടുകൊണ്ട് നിനക്ക് നിൽക്കാൻ മേലായിരുന്നോ എന്ന് ചോദിച്ചു ജലജ. ഇവളുണ്ടാക്കിയ ഡിസൈൻ്റെ ക്രെഡിറ്റ് ഇവക്ക് തന്നെ ഇരിക്കട്ടെ, എനിക്കത് വേണ്ടാന്ന് പറയുക നമ്മുടെ നവ്യ. മോളെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ആ പേര്, നയന കളക്ഷൻസ് എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ ദേവൻ ഇങ്ങനെ നോക്കുവാണേ. അത് ആദർശേട്ടൻ്റെ സംഭാവനയാണെന്ന് നയന അന്നേരം പറഞ്ഞു. ഞാൻ ആ പേര് കേട്ടപ്പോഴേ പറഞ്ഞില്ലേ മോളെ, ആ പേര് ക്ലിക്കാകും എന്നുള്ള കാര്യം. അതെന്തായാലും അതുപോലെ തന്നെ വന്നില്ലേ എന്ന് ജയനും ചോദിച്ചു. ഇതിപ്പോൾ നമുക്ക് ഈ ചാനലിലൂടെ വലിയ പരസ്യം കിട്ടിയിരിക്കുന്നത്, വിഷുവിന് മിക്കവാറും ഷട്ടർ ഇട്ട് സെയിൽ നടത്തേണ്ടി വരും, അത്രയ്ക്ക് തിരക്കായിരിക്കുമെന്ന് അജയൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ ദേവയാനി ഇങ്ങനെ തലയെടുപ്പോട് കൂടി നിൽക്കുക. ഇവളുടെ ഡിസൈനിങ്ങാനും സെയിൽ കൂടിയാൽ പിന്നെ ഇവളെ പുകഴ്ത്തലായിരിക്കും ഇവിടുത്തെ പലരുമെന്ന് ജലജ. അപ്പം മുത്തശ്ശനിത് കണ്ടു കാണും അച്ഛാ? കാണാനേ യാതൊരു വഴിയില്ല, സുഹൃത്തുക്കളുമായിട്ട് തീർത്ഥാടനത്തിലല്ലേ, എന്തായാലും ഇത് അച്ഛൻ അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു ജയൻ. അച്ഛൻ മോൾക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് മോൾക്കും നമ്മുടെ സ്ഥാപനത്തിനും ഒക്കെ നല്ല പേര് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ, അജയ മതി കൂടുതൽ പൊക്കണ്ട, ഇപ്പം തന്നെ ഒരുപാടായെന്ന് ദേവയാനി. അത് തന്നെ ഞാനും പറഞ്ഞതെന്ന് ജലജ. എനിക്കറിയാവുന്ന തൊഴിൽ ഞാൻ ചെയ്യുന്നു എന്ന് കരുതി അത് വൈറലാകണമെന്ന് എനിക്കൊരാഗ്രഹം ഇല്ലായിരുന്നു എന്ന് നയന ദേവയാനിയോട് പറയുക. അമ്മ ഞാൻ ജ്വല്ലറിയിലേക്ക് പോയത് തന്നെ അമ്മയും ഒക്കെ നിർബന്ധിച്ചുകൊണ്ടല്ലേ എന്ന് പറയുമ്പോൾ, അതുകൊണ്ടെന്താ മോളെ കുഴപ്പം? ആദ്യം തന്നെ മോള് തന്നെയല്ലേ അങ്ങോട്ട് പോകേണ്ടതെന്ന് അജയൻ ചോദിച്ചു കേട്ടോ. മോളുടെ പേരിലുള്ള നൈഴ്സ് മോള് തന്നെയാണ് ആദ്യം കഴുത്തിൽ അണിയേണ്ടതെന്ന കാര്യവും അജയൻ ഇങ്ങനെ നയനയോട് പറഞ്ഞിട്ട് ദേവയാനി ഇതൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇളയച്ച ഞാൻ ഇവളെയും കൂട്ടി അങ്ങോട്ടേക്ക് പോയതെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ, ഇതിനു മുമ്പേ പുതിയ ഡിസൈനൊക്കെ വരുമ്പോൾ ആദ്യം അത് കഴുത്തിലിട്ട് നോക്കുന്നതേ ഈ നിൽക്കുന്ന ഏട്ടത്തി ആയിരുന്നു എന്ന് ജലജ അന്നേരം അവിടെ കുശുമ്പൂത്തി പറയുവാണ്. അത് കഴിഞ്ഞ് ഏതെങ്കിലുമൊക്കെ സിനിമാ താരത്തെ പോലും വിളിച്ചിരുന്നുള്ളെന്ന കാര്യവും പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ, ഞാനിപ്പോൾ പുരാവസ്തു ആയി പോയില്ലേ ജലജേ, എനിക്ക് അത്യാവശ്യം അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇനിയിപ്പോൾ എന്നെ എന്തിനു കൊള്ളാം, അതുകൊണ്ട് ഇനി പുതിയ ഡിസൈൻസ് ഒക്കെ അവൾ തന്നെ കഴുത്തിലിട്ടോണ്ട് നടക്കട്ടെ, നമ്മളാ വസ്തുയൊക്കെ ഇല്ലേന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ ഉത്തും കോളും വെച്ച് പറഞ്ഞ് അഭിനയിക്കുക. അല്ലെങ്കിൽ തന്നെ ഇവള് ചെയ്ത ഡിസൈൻസ് ഒന്നും അണിഞ്ഞുകൊണ്ട് നടക്കാൻ എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല, ഞാൻ അതിന് മുതിരത്തും ഇല്ലെന്ന് പറഞ്ഞു.
അപ്പോൾ എന്തായാലും അത് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കൂടുതൽ സംസാരിക്കേണ്ട, അംഗീകരിക്കേണ്ടവരെല്ലാവരും ഇവളെ അംഗീകരിച്ചു കഴിഞ്ഞു എന്ന് ജലജയോട് നവ്യ പറഞ്ഞു. ഇനി ആരും കൂടുതലൊന്നും പറയാത്തത് തന്നെയാണ് നല്ലതെന്നും പറഞ്ഞുകൊണ്ട് നവ്യ പറയുമ്പോൾ, മോളുടെ മുഖം കാണാതിരിക്കാനാ മോളുടെ അമ്മായിമ്മ മോളോട് കമ്പനിയിലേക്ക് പോകാനായിട്ട് പറഞ്ഞത്. അതെന്തുകൊണ്ടും നന്നായെന്ന് തന്നെ എനിക്കിപ്പോൾ തോന്നുന്നത്. പാരമ്പര്യമായി കിട്ടിയ തൊഴിൽ അത് ഞാനും ഇവനും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനപ്പുറം ഞങ്ങൾക്ക് സ്വർണത്തെപ്പറ്റി വലിയ വിവരമോ കാര്യങ്ങളോ ഒന്നുമില്ല, വല്ല ഐഡിയ ഇല്ല. ബിസിനസ് ചെയ്യാൻ അറിയാം. പിന്നെ അതിനുള്ളിലൊരു കലയുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായത് മോള് വന്നതിന് ശേഷമാണെന്നും അത് മോളെ കണ്ടിട്ടാണ് ഞങ്ങൾ പഠിച്ചതെന്നും ജയം പറയും. അതിന് മോളുടെ അമ്മായിയമ്മ എതിർത്താലും ശരി, അംഗീകരിച്ചില്ലെങ്കിലും ശരി, അത് അങ്ങനെ തന്നെയാണെന്ന് ജയം പറയാം. ദേവയാനി അന്നേരം ഒരു ഇഷ്ടമല്ലാതെ ഇങ്ങനെ നോക്കും. പക്ഷെ നയനയ്ക്ക് സംശയം തോന്നി തുടങ്ങി. നയന ഇങ്ങനെ അമ്മായിമ്മയെ തന്നെ നോക്കുക. അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. നമ്മുടെ നയന ദേവയാനിയുടെ കള്ളത്തരം പൊക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അമ്മയുടെ മാറ്റങ്ങളെല്ലാം നയനയ്ക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ അവിടെ വീട്ടിലിങ്ങനെ നമ്മുടെ ഗോവിന്ദേട്ടൻ ഇരുന്ന് ഈ മീനമാസം കഴിയുമ്പോഴത്തേക്കും ഉള്ളതെല്ലാം കരിയുന്ന ലക്ഷണമാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് നന്ദു അങ്ങോട്ടേക്ക് വന്നു. ഏത് നേരവും വാർത്ത വെച്ചുകൊണ്ടിരിക്കുന്ന അച്ഛൻ ഒരു നല്ല വാർത്ത വന്നപ്പോൾ ടി വിയും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു നന്ദു. എന്ത് പറ്റി മോളെന്ന് ചോദിച്ചു. ഇത് നോക്കച്ചാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും കനകം അങ്ങോട്ടേക്ക് വന്നു. അവരെ രണ്ടുപേരെയും കൂടെ നന്ദു ഇത് കാണിച്ചു കൊടുക്കാം. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായി. ഇത് കണ്ടോ നമ്മുടെ ചേച്ചിയെ വേറെ ലെവലാ എന്ന് നന്ദു അന്നേരം ഇവിടെ നിന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അനന്തപുരിയിലെ മൂർത്തി സാറ് പോലും ചേച്ചിയുടെ പേരിൽ അറിയപ്പെടാൻ എല്ലാ സാധ്യതയുണ്ടെന്നൊക്കെ നന്ദു ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു. നയന കളക്ഷൻസ് കൊള്ളാല്ലേ മോളെ, നന്നായിട്ടുണ്ടല്ലേ എന്ന് കനകൻ ചോദിക്കുമ്പോൾ ആ പേര് ചേച്ചിയുടെ ഡിസൈൻ ഇട്ടത് ആദർശേട്ടൻ്റെ അമ്മ ഫേമസ് ആയി കഴിഞ്ഞു എന്ന് നന്ദുവും പറയും കേട്ടോ. അപ്പോൾ മോൾ ആഗ്രഹിച്ചതുപോലെ മോൾക്ക് ഉയരങ്ങളിൽ എത്താൻ കഴിഞ്ഞു. അതിനുള്ളൊരു വാതിൽ ദൈവം തുറന്നു കൊടുത്തു എന്ന് ഗോവിന്ദേട്ടൻ അന്നേരം പറയാം. മോൾക്ക് വലിയ സ്ത്രീധനം ഒന്നും കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിലില്ലെങ്കിലും എന്നാൽ അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി ലാഭം ഇപ്പം നയനമോൾ വഴി അനന്തപുരിക്കാർക്ക് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ഇദ്ദേഹം പറയുക. അപ്പോൾ അതുകൊണ്ട് ഇനി അനാമികയും അവരുടെ അച്ഛനും അമ്മയും ഒന്നും നമ്മുടെ മോളെ കൂടുതൽ കളിയാക്കാനും ആക്ഷേപിക്കാനൊന്നും വരത്തില്ല എന്ന് പറയും. അവളും അവളുടെ അച്ഛനും അമ്മയൊക്കെ ശരിക്കും പറഞ്ഞ കള്ളം പറഞ്ഞ അനന്തപുരിയിൽ കയറി കൂടിയതെന്നും പിന്നെ അതിൻ്റെ ഒരു സങ്കടം എനിക്കിപ്പോഴും ഉണ്ടെന്നുള്ള കാര്യവും നന്ദു ഇങ്ങനെ അവിടെ വെച്ച് പറഞ്ഞപ്പോൾ, ദേ മോളെ ആ സത്യമൊക്കെ അവിടെ തന്നെ നിന്നോട്ടെ, ഒരു കാരണവശാലും അനിയുടെ കണ്ണുനീരൊപ്പാനൊന്നും നീ ശ്രമിക്കണ്ടെന്ന് പറഞ്ഞു കനകം. അപ്പം ഞാനൊരു സത്യം പറഞ്ഞതിന് അമ്മ എന്തിനാ ഇങ്ങനെ കയറി സംസാരിക്കുന്നതെന്ന് ചോദിച്ചു നന്ദു. ഒരു നല്ല വാർത്തയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനെ ഉടനെ അങ്ങ് വഴി തിരിച്ചു വിട്ടു എന്നും പറഞ്ഞ് നന്ദു അങ്ങ് പോകുമ്പോൾ ആ മൊബൈലിങ്ങ് തന്നെ അമ്മ ഒന്നുകൂടെ കണ്ടടി മോനെ എന്നും പറഞ്ഞ് ചോദിക്കുമ്പോൾ, അങ്ങനെ ഇപ്പം കാണണ്ട, അമ്മയുടെ കയ്യിലുണ്ടല്ലോ ഒരു മൊബൈൽ, അതിലേക്ക് ഈ വാർത്തയൊക്കെ വരും, വേണമെങ്കിൽ അങ്ങ് നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് നന്ദു അവിടെ അങ്ങ് പോയി. അത് പറഞ്ഞ് നന്ദു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്ന ആദർശ റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നു. നയന റൂമിലേക്ക് വരിക. എന്താ ആദർശിട്ട് ആലോചിക്കുന്നതെന്ന് ചോദിച്ചു. അല്ല ഞാൻ ആലോചിക്കുമായിരുന്നു കാര്യങ്ങൾ മാറി മറിയുന്നതിനെ പറ്റി. ഒരു സമയത്ത് നീ ഓഫീസിലേക്ക് വരുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്ന കാര്യമല്ലെന്ന് ആദർശ് പറഞ്ഞു കേട്ടോ. ഇപ്പോൾ എനിക്കൊപ്പം നിന്നെ അങ്ങോട്ട് വിട്ടത് വലിയ നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ നിൻ്റെ ഓരോ ഡിസൈനും മറ്റു ജ്വല്ലറിക്കാരെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതെന്നും പിന്നെ ശരിക്കും പറഞ്ഞാൽ നിനക്കൊരു കോമ്പറ്റീഷൻ ആ ഒരു ഇതിലേക്ക് വരാൻ മറ്റാർക്കും കഴിയുന്നില്ലെന്നും ആദർശ് പറയും. കല്യാണ മേഖലയിൽ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുക ജ്വല്ലറീസ്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാമായിരുന്നു. മാത്രമല്ല കല്യാണി ഇപ്പോൾ ഭയങ്കര ഇതായിട്ടുണ്ടായിരുന്നു, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ആയിരുന്നേനെ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളെന്ന് നയനെ ഇങ്ങനെ പറയുമ്പോൾ, കല്യാണിയും കിരണും ഞാൻ നിന്നെ വിവാഹം കഴിച്ചതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ശരിക്കും ഉയർന്നുകൊണ്ടിരിക്കുക. പിന്നെ നിനക്കിനി ഇൻ്റർനാഷണൽ ഫെസ്റ്റിലൊക്കെ പങ്കെടുക്കാൻ പറ്റും, അതിനുള്ള സാഹചര്യമൊക്കെ ഞാൻ സൃഷ്ടിച്ചോളാമെന്ന് ആദർശ് പറയുമ്പോൾ, അങ്ങനത്തെ സാഹചര്യം ഒന്നും സൃഷ്ടിക്കേണ്ട, എൻ്റെ വർക്ക് ഇഷ്ടപ്പെട്ട് അവരെന്നെ ക്ഷണിക്കുകയാണെങ്കിൽ ഞാൻ പൊയ്ക്കോളാം, അല്ലെങ്കിൽ തന്നെ നാട് വിട്ട് എങ്ങോട്ടും പോകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് നയന ആദർശിനോട് പറഞ്ഞു. ഇന്നത്തെ പെൺകുട്ടികൾക്ക് നാട് വിട്ട് പോകാനാണ് താല്പര്യം. ഇപ്പോഴത്തെ വിദേശത്തെ പെൺകുട്ടികൾ ജോലിക്ക് പോയെന്ന് കേട്ട ചില കാരണവന്മാർ സമ്മതിക്കത്തില്ലായിരുന്നു. പക്ഷെ അതൊക്കെ മറിഞ്ഞു. അങ്ങനെ ചിന്തിക്കുന്നവർ ഒറ്റപ്പെട്ടു പോവത്തേ ഉള്ളെന്നും പറഞ്ഞു. ഇപ്പോഴത്തെ പിള്ളേർക്ക് വിദേശത്ത് ജോലി ചെയ്യാൻ തന്നെയാണ് താല്പര്യമെന്നും അതുകൊണ്ട് കിട്ടുന്ന ചാൻസ് പാഴാക്കി കളയരുതെന്നൊക്കെ ആദർശ് ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ നയനയും വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. പെട്ടെന്ന് നയനയുടെ ഫോണിലേക്ക് കോള് വരിക. അപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ അമ്മയാണല്ലോ, ഇതറിഞ്ഞിട്ട് വിളിക്കായിരിക്കും എന്ന് പറഞ്ഞ് ഫോൺ എടുത്തു. ഹലോ അമ്മേ, നയനമോളെ ദേ മോള് താരമായല്ലോ എന്ന് അമ്മ പറയുമ്പോൾ, അമ്മ വാർത്ത കണ്ടോ എന്ന് ചോദിച്ചു. ടി വിയിൽ വാർത്തയൊന്നും കണ്ടില്ല മോളെ, നന്ദൂട്ടനെ മൊബൈലിൽ കാണിച്ചു തന്നെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇത് എപ്പോഴാണ് ചാനലുകാർ വാർത്തയാക്കിയതെന്നൊന്നും എനിക്കറിയില്ല അമ്മയെന്ന് പറയുന്നത് കേട്ടപ്പം അച്ഛനടുത്തോട്ട് ഞാൻ കൊടുക്കാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കനകം ഗോവിന്ദണ്ടായി കൊടുക്കുക. അങ്ങനെ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അച്ഛനോട് മോള് പറയുക. അത് കഴിഞ്ഞ് ആദർശ് ഫോൺ മേടിച്ചു. അപ്പോൾ ആദർശ് ഫോൺ മേടിച്ച് അച്ഛനോട് വളരെ സ്നേഹത്തോടെ
സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെ വാർത്ത കൊടുത്തതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ എന്തായാലും ഈ ഒരു വാർത്ത കൊണ്ട് നമുക്ക് ഇരട്ടി ലാഭമാണ് ഉണ്ടായിരിക്കുന്നതെന്നും വിഷുവിന് നമുക്ക് തന്നെ ആയിരിക്കും അനുകൂലമായി വരാൻ പോകുന്നതെന്നൊക്കെ പറയുക. അച്ഛൻ്റെ കഴിവാ കേട്ടോ മോൾക്ക് കിട്ടിയിരിക്കുന്നത്. അതിന് ഇങ്ങോട്ട് അഭിനന്ദനങ്ങൾ തരുന്നത് തന്നെ തരുന്നതിനോടൊപ്പം തന്നെ അച്ഛനും അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞു. ശരി മോനെ, സമയം കിട്ടുമ്പോൾ രണ്ടാളും കൂടി ഇങ്ങോട്ട് ഇറങ്ങണം കേട്ടോ എന്ന് പറഞ്ഞു ഗോവിന്ദേട്ടൻ. ആ ശരി അച്ഛാ വരാമെന്നും പറഞ്ഞു ആദർശ് ഫോണും അങ്ങ് കട്ട് ചെയ്തു. ആദർശ് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ആദർശ് അല്ല വാർത്ത കൊടുത്തതെന്നാണ് പറഞ്ഞത്. അപ്പം മോളുടെ ഡിസൈനൊക്കെ ചാനലുകാർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നിങ്ങനെ നമ്മുടെ ഗോവിന്ദേട്ടൻ ചോദിച്ചു. അപ്പോൾ ഗോവിന്ദേട്ടൻ ഓർമ്മയുണ്ടോ, കല്യാണത്തിൻ്റെ അന്ന് ഒരുപാട് നാടകമൊക്കെ നടന്നെങ്കിലും മൂർത്തി സാറ് തറപ്പിച്ചാ പറഞ്ഞത് നയനമോളുടെ കഴുത്തിൽ ആദർശ് മോൻ താലി കെട്ടണമെന്ന്. അത് അവരുടെ കുടുംബ പുരോഹിതനും മൂർത്തി സാറിന് ഉറപ്പ് കൊടുത്തത് കൊണ്ടാണ് ഗോവിന്ദേട്ടാ. ആദർശമോൻ നയനയുടെ മോളുടെ കഴുത്തിൽ താലി കെട്ടിയ ഒരു മുഹൂർത്തം ഏറ്റവും നല്ല മുഹൂർത്തമാണെന്നാ അന്ന് ആ പുരോഹിതൻ പറഞ്ഞതെന്ന് കനകം പറയുമ്പോൾ അത് ശരിയാ, എന്നോടത് പറഞ്ഞായിരുന്നു എന്ന് ഗോവിന്ദേട്ടനും പറയാട്ടോ. തുടക്കത്തിലെ താളപ്പുഴ പിന്നീട് വലിയ ഗുണമായിട്ട് വരുമെന്നും പറഞ്ഞിരുന്നു എന്ന കാര്യം പറയുമ്പം അതല്ലേ ഗോവിന്ദേട്ട നമ്മളിപ്പോൾ കണ്ടത്. അത്രയ്ക്ക് കെട്ടുറപ്പുള്ള ഒരു ദാമ്പത്യ ജീവിതമല്ലേ അവരിപ്പോൾ നയിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ കനകം ചോദിക്കുക. അങ്ങനെ ഇവരത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഗോവിന്ദേട്ടൻ നോക്കിക്കോ, ഇനി ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് മൂർത്തീസ് ജ്വല്ലറി പോകും. അതിൻ്റെയൊക്കെ പിന്നിലെ നമ്മുടെ നയന മോളുടെ കയ്യൊപ്പും ഉണ്ടാകുമെന്നും പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നയന ഇങ്ങനെ അവിടെ വീട്ടിലിങ്ങനെ ആലോചിച്ച് നടക്കുവാണ് അമ്മായിയമ്മയെ പറ്റി. അങ്ങനെ നയനതേ നമ്മുടെ ദേവയാനിയുടെ സ്നേഹക്കള്ളത്തരം പൊക്കിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിച്ചത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.